സ്വാഭാവികമായും ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്. ഇടതുപക്ഷത്തിൻ്റെ അകത്ത് നിന്ന് പാർട്ടി അണികൾ വളരെയേറെ പൊട്ടിത്തെറിക്കുന്ന ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണ് അവരിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടും ചോദിച്ചാൽ ഈ പ്രശ്നത്തിൻ്റെ ഒന്നും പരിഹാര നടപടിയല്ല, അതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന അസ്തിത്വമാണ് ഒരു പ്രശ്നം. ആ അസ്തിത്വം കവർ ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന ആളുകളോർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അണികൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. പി കെ ശശി മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ UDF പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയായിരിക്കും ഒക്കെ പരിഗണിക്കാം. അതൊക്കെ പരിഗണിക്കേണ്ടി വരും. ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സേവനം നാടിന് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കും. രണ്ട് കൈനീട്ടി അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ എന്നും വിലമതിക്കുന്ന ഒന്നാണ്. എന്തു പറഞ്ഞാലും ഇത്രയും നട്ടലോടുകൂടി ഒരു കാപട്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടിക്കാരൻ ഇടതുപക്ഷത്തിന് ഇതുപോലെ ഒരു കിരാതമായ ഒരു നെഞ്ചത്ത് ചവിട്ടുന്നത് ഇതുപോലൊരു സംഭവം ആദ്യത്തേതാണ്. അദ്ദേഹം സത്യസന്ധമായാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആരും പറയുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അത് പബ്ലിക്കാക്കി പറഞ്ഞതും അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത്. അത് പാർട്ടി മത്സരിക്കുന്നു, പാർട്ടി തീരുമാനിക്കണം. ഞാനല്ല തീരുമാനിച്ചത്. പിന്നെ KPCC പ്രസിഡന്റ് ആവാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പ്രശ്നം നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, അവരെ സ്ഥാനാർത്ഥി ഉണ്ടാവും. ജനങ്ങൾ കാർക്കിച്ച് തുപ്പുകയാണ്. അത്ര മോശമാണ് അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ റിയാക്ഷൻ. നാണോ മാനോ ഉണ്ടെങ്കിൽ അവർ മത്സരിക്കാൻ പാടില്ല. അത്ര പബ്ലിക്കിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.